അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോനെ മോനെ ഷാമോനെ മോനെ. അല്ലാ, ഈ കുട്ടി ഉറങ്ങിപ്പോയോ റബ്ബേ? അല്ലാ പഠിച്ചോനെ. ഐഷുമ്മ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഷമ്മാസിനെ മുട്ടി വിളിച്ചത്. എന്നാൽ അതിനിടയിൽ അതാ കുഞ്ഞിൻ്റെ കരച്ചിൽ. പഠിച്ചോനെ, കുട്ടി ഒന്നു റബ്ബേ. ഉമ്മ. നുസൈബ് അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഉമ്മ, ഷാമോൻക്ക് ഇവിടെ ഇല്ലല്ലോ. എത്തിയിട്ടില്ലേ? എന്നാൽ പള്ളിക്കൊക്കെ ഒറ്റി വന്നിട്ടുണ്ടാവില്ല. ഇനി നേരിട്ടാണ് പോയാവോ? ഇനിയിപ്പോൾ ഞാനൊന്നാണ്ട് കണ്ണു മാളിയില്ലോ. അതേ കാര്യം ആണെങ്കിൽ എന്നോട് ഇനിയിപ്പോൾ ഓന് അത്താഴം വെച്ച് കാണാണ്ട് പോയതല്ലേ പള്ളിക്കൊക്കെ, പിന്നെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നേരിട്ട് എയർപോർട്ടിലേക്ക് പോയാൽ എന്താ ഏതാവോ? ഒന്ന് വിളിച്ചോക്കെ നുസിയന്മാരുട്ടി. കാരണം പറയാൻ പറ്റൂലേ. ഞാൻ അപ്പനും ഇവിടെ വന്ന് കാണോ കിടന്നുറങ്ങിയിട്ട് ചെയ്തേക്കണം. കാരണം അത്താഴം വെച്ച് കാണ്ട് പിന്നൊരു ഉറക്കരലുണ്ടല്ലോ, അതിൽ ഉറക്കപ്പെട്ടാൽ പിന്നെ നീച്ചാൻ കഴിയൂലല്ലോ. കാരണം ഫസീലാൻ്റെ ഉമ്മയും ബാപ്പിയും ഞങ്ങളിന്ന് വരില്ലേ, അപ്പോൾ ഒന്ന് കൊണ്ടുവരാൻ പോകാൻ ഞാൻ പറ്റൂലല്ലോ. ഉമ്ര കഴിഞ്ഞ് വരില്ലേ. ഞാൻ പിന്നെ പോയിട്ടില്ല. ഇനിയിപ്പോൾ വന്നിട്ടൊക്കെ ഇൻഷാ അള്ളാ പോയി നോക്കാം എന്ന് വിചാരിച്ചു. ഷാമോനോട് പോയി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണേ. പിന്നെ ഇനി പോലെ വല്ല കൂട്ടക്കാരൊക്കെ ഉണ്ടാകുന്നാവും. ആങ്ങളിനോടൊക്കെ പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞത് അറിയില്ല. ഇനിയിപ്പോൾ ആങ്ങളെ പോകാൻ റെഡിയാണെങ്കിലും ആങ്ങളുടെ പെണ്ണുങ്ങളെയൊക്കെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഏതായാലും എന്തൊക്കെയാവോ. എന്നാൽ ഷമ്മാസ് അതാ തനിച്ചല്ലായിരുന്നു പോയിരുന്നത്. അത് ഷമ്മാസും ഉസ്താദുമായിരുന്നു പോയിരുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് അവർ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ സമീറ അപ്പോൾ തന്നെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. അല്ലാ, ഇനി ഉമ്മ ഉറങ്ങിക്കണാവോ പഠിച്ചോനെ, എന്താ അറിയില്ല. എന്നാൽ ഉമ്മ ഹലോ അസ്സലാമലൈക്കും. മോളെ. ഉമ്മ. അല്ല മോളെ, എന്തേ അത്താഴത്തിനൊക്കെ എന്തേനു? അതുമ്മ ഉസ്താദിന് ഇഷ്ടപ്പെട്ട് ചെറുതായിട്ട് സിമ്പിളായിട്ടൊക്കെ ഫുഡൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയത്. ആയിക്കോട്ടെടി, ആയിക്കോട്ടെ, റാഹത്താട്ടെ. എന്നാലേ ഞമ്മക്കിന്ന് ഒന്നായിട്ട് ഇവിടെ കൂടാ. ഇനിയിപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടാക്കാനും പിടിച്ചാനും നിൽക്കണ്ട ഇവിടെ. ഇന്ന് എല്ലാവർക്കും ഇവിടെ കൂടാ. ഇന്നിപ്പോൾ നമ്മളെ ഫസീലാൻ്റെ ഉമ്മയിപ്പൊക്കെ വരില്ലേ, അപ്പോൾ ഓലി ഇങ്ങോട്ട് വിളിച്ചാൽ ഇനിയിപ്പോൾ ഒന്ന് വന്നേക്കാൻ ഓല അങ്ങോട്ട് ഇടങ്ങാറാക്കണ്ടല്ലോ. എല്ലാവർക്കും ഒന്ന് ഇവിടാണ്ട് കൂടാ. എന്തേ? എന്നോട് പറഞ്ഞിരുന്നു ഷാമോനും ഞാനും കൂടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. അതന്നെ ഇക്കാരം എനിക്ക് മനസ്സൊക്കെ ബേജാറ്. കാരണം എന്താ പഠിച്ചോനെ, ഈ കുട്ടി ഇതിപ്പോൾ എവിടെ പോയി കിടക്കുക? ഉറങ്ങിപ്പോയോ? എനിക്കാണെങ്കിൽ അതുകൊണ്ട് മനസ്സൊക്കെ അറ്റങ്ങൾ അവിടെ ഇറങ്ങണമായിരുന്നു. നമ്മളെ സ്വന്തം ആൾക്കാരെ കാണുമ്പോൾ ഒരു സമാധാനം സന്തോഷമല്ലേ. അതില്ല. ഞാൻ ഇപ്പം എൻ്റെ ഫസീലും കുട്ടികളുടെ പ്രശ്നമില്ല. ഓരോ ഒരുമിച്ചാണ് പോയിക്കോട്ടെ വെച്ചാൽ മതിയേനു. ഇത് പോളില്ലാത്ത സ്ഥിതിക്ക് ഒരു ഇടങ്ങാറന്നല്ലേ. അത് കരുതിക്കാണ്ട് എനിക്കൊരു സമാധാനം. ഞാൻ ഓനോട് ഇങ്ങനെ പറയുന്നു, പൊന്നാര മോനെ, നാളെ ഓലെ പുലർച്ചെ തന്നെ കൊണ്ടുവരാൻ പോയിക്കോണേ, സുബഹി നിസ്കരിച്ചാണ്ട് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കേനേ. ഏതായാലും പൊയ്ക്കണല്ലേ. ഉമ്മ അവർ എയർപോർട്ടിൽ എത്താനായി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. അപ്പോഴാണ് ഐഷുമ്മക്ക് സമാധാനമായത്. പിന്നെ ഷെമിയെ മല കുട്ടികൾ പോന്നാലിട്ടാ ഇനി പോല് വന്നതിൻ്റെ ഓല അങ്ങോട്ട് കൊണ്ടുവരാൻ. ഇനിയിപ്പോൾ എന്താ കാട്ടണം അവന്? നേരിട്ട് അങ്ങോട്ട് പെരീക്ക് പോവേ. അല്ലേ പിന്നെ പെരീക്കാണ് പോയിക്കോട്ടെ. സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടനല്ലേ. 2-3 ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ പിന്നെ ഓല അങ്ങോട്ട് പോയിക്കോട്ടെ. അങ്ങോട്ട് പോയതിൻ്റെ ശേഷം നമുക്ക് ഇൻഷാല്ല അങ്ങോട്ട് വരാൻ പറയും. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഓല ഏതായാലും നോമ്പല്ലേ, തിന്നാനും കുടിച്ചാനൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. അതേക്കാരം നല്ലത്. ഉമ്മ ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും ഉമ്മ വരേണ്ടത്? പൊന്നാര മോളെ, സാധനങ്ങൾ ഇതൊക്കെ വെച്ച് കൊണ്ടുവരാന്നാണ് ഷാമുവും പറഞ്ഞേക്കണത്. അപ്പോൾ പിന്നെ ഞമ്മക്കിതിങ്ങനെ ഇവിടെ വെച്ചുണ്ടാക്കി കുത്തിർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഉമ്മ അതിനെന്തോ ഉമ്മ, കുറച്ചൊക്കെ ഉണ്ടാക്കാമല്ലോ. അതിനെന്താ, നമ്മളിപ്പോൾ എല്ലാം ഫുഡ് പുറത്തുനിന്നൊന്നും ഇങ്ങനെ ഓർഡർ ചെയ്യിപ്പിക്കണ്ടല്ലോ. പൊന്നാര മോളെ, അപ്പോൾ ആരെക്കൊണ്ടാണ് കഴിയണം? എനിക്ക് വെച്ചാതെ എനിക്ക് കഴിയൂല. പിന്നെ നുസൈബ ഓൾക്ക് പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞമ്മക്ക് അതിൻ്റേതായ കുട്ടികളെ നോക്കി നിന്നാൽ പോരെ. കണ്ട് ഏൽപ്പിച്ച് എല്ലാം അങ്ങോട്ട് കൊണ്ടുവരും. ഉമ്മ, ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഞാൻ ഉണ്ടായിക്കോളും ഉമ്മ. അതിനെന്താ, ഒന്നുമല്ല. നോമ്പ് തുറക്കുമ്പോൾ ഒന്നും അച്ചൽക്കില്ലാതാകുമ്പോൾ ഒരു എല്ലാം കൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനമല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷത്തിന് ഉണ്ടാക്കണ്ടേ. എൻ്റെ പൊന്നാര പെണ്ണ, എന്നോട് പറയാൻ എനിക്കിപ്പോൾ എന്തിൻ്റെ കേടാ. ഈ ഒരു സമയത്ത് റെസ്റ്റ് എടുത്തോ. എന്നാൽ റാഹില അവിടെ തന്നെയുണ്ട്. അവൾ കാര്യമായിട്ടൊന്നും മിണ്ടുന്നൊന്നുമില്ല. റാഹില അതെല്ലാം കേൾക്കുന്നുണ്ട്. അത് സമീറ വിളിക്കുന്നതും പറയുന്നതൊക്കെ. പഠിച്ചോനെ, ഇവരൊക്കെ തമ്മിൽ ഇത്രമാത്രം ഫ്രണ്ട്ഷിപ്പ് വയ്ക്കണമല്ലോ.
ഏതായാലും നല്ല സ്വഭാവം കാണിച്ച എല്ലാവരും നല്ലത് തന്നെ ആയിക്കൂലേ. എന്നാൽ റാഹില പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ആ ഉമ്മ എന്താ മോളെ ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല ഇജ്ജ്? ആ ഉമ്മ ഉറങ്ങാനൊക്കെ നല്ല ഉറങ്ങിക്കണ്. പക്ഷെ മനസ്സൊക്കെ ഒരു പേടി ഇങ്ങനെ വരികയാണ്. എന്തിന്? ഒന്നിനുമല്ല, അതിങ്ങനെ വീട്ടിലത്തെ കാര്യം. ഒന്നും സാരമില്ല, ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ തുറപ്പിച്ചിരണം, എല്ലാവരും ഇവിടെ നിന്നോട്ടെ, എല്ലാവർക്കും അതിനനുസരിച്ച്. പിന്നെ ഉസ്താദിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും പറയും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലും കുറേ ഒരു റാഹത്ത് തന്നെയാണല്ലോ. ഏതായാലും ഇൻഷാ അള്ളാ, ഏതായാലും നോമ്പ് തുറക്കലൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് തറാവീൻ്റെ മുമ്പായിട്ട് ഒന്ന് ചെറിയൊരു ക്ലാസ് കൊണ്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല കാര്യം തന്നെയല്ലേ. എന്നാൽ റാഹില പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് രാവിലെ തന്നെ ചൂലെടുത്ത് മുറ്റം അടിക്കാൻ പോകണം. എടീ അതൊക്കെ അവിടെ നിന്നോട്ടെ. അല്ലമ്മ ഞാൻ ചെയ്തോളാം. റാഹില നല്ല രീതിയിൽ പെട്ടെന്ന് ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുന്നു. വെളിച്ചം വെച്ച് തുടങ്ങണുള്ളൂ കുട്ടിയെ, ഇപ്പം തന്നെ ഒന്നും വേണ്ട, ഇടങ്ങാറാകണ്ട, അതൊക്കെ നമുക്ക് ആരെയും വിളിച്ചൊക്കെ ചെയ്യിപ്പിച്ച. അല്ലമ്മ എനിക്ക് ഏതായാലും നിങ്ങളൊരു ആശ്രയം തന്നില്ലേ, ഞാനിവിടെ നിന്നോളാം, ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ കുറച്ചൊക്കെ ചെയ്തു തരാം, എന്നെക്കൊണ്ട് കഴിയണ രീതി. അതൊന്നും വേണ്ടേ, എന്തിനാണിപ്പോൾ അത്? ഐഷമ്മ സമ്മതിച്ചില്ല. പക്ഷേ റാഹിലൊക്കെ പൊറുതിയേട്. അതെ മക്കളെയും കൊണ്ടൊക്കെ അല്ലേ, മക്കളെയും കൊണ്ടൊക്കെ ആകുമ്പോൾ നുസിക്കൊക്കെ ബുദ്ധിമുട്ടുമായിരിക്കും, ഞാൻ എടുത്തോളമ്മ. റാഹില ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ഒരാളായി മാറി എന്ന് തന്നെ പറയാം. എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ പേടിയായിരുന്നു. പഠിച്ചവനെ അല്ലാ അകത്ത് കെടുത്തിക്കണ്, എന്താ ഏതാ സ്വഭാവം കാര്യങ്ങളൊന്നും അറിയില്ല, എന്താന്ന് വിചാരിച്ചിട്ടാ പഠിച്ചവനെ നീ കാക്ക് റഹ്മാനെ. പക്ഷെ ഉമ്മാക്ക് ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഉമ്മാക്ക് മനസ്സിക്കില്ല. അത് ഉമ്മ കേട്ട് ആ വിഷമം അങ്ങോട്ട് അപ്പാണ് കഴിഞ്ഞു, അല്ലാതെ വേറെ ഒരു ഇതും ഉമ്മാക്കില്ല. ഉമ്മാൻ്റെ സ്ഥിതിഗതികളാകണം പഠിച്ചവൻ, എൻ്റെ ഉമ്മാൻ്റെ മനസ്സ് പോലെ ആക്കി കൊടുക്ക് റബ്ബേ, ഉമ്മാനെ നീ കാത്തുരക്ഷിക്ക്. അങ്ങനെ അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അത് ജിദ്ദന് ഫ്ലൈറ്റ് എത്തിയോ? എത്തി. 5 മിനിറ്റായി ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഉസ്താദും ഷമ്മാസും പറഞ്ഞു, അല്ല ഇതിപ്പോൾ അവരും ഇല്ലല്ലോ ഫാമിലി. ഇല്ല, ആയിക്കോട്ടെ അവിടെ നിന്നോട്ടെ, നവാസ്കാക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ മനസ്സിൻ്റെ ഒരു വിഷമമൊക്കെ മാറാൻ ഭാര്യ മക്കൾ അവിടെ നിൽക്കുക തന്നെ ആയിരിക്കും. മറ്റേതെല്ലാം കൂടി ഡിപ്രഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അതെ ഉസ്താദ് ശരിയാണ്, എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആയി തീർന്നതല്ല, സാരല്ല, എന്തെങ്കിലുമൊക്കെ ഒരു വഴി പഠിച്ചവൻ കണ്ടെത്തിയിട്ടുണ്ടാവും. ഏതായാലും അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോരുത്തർ ലഗേജ് എന്തിക്കൊണ്ട് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദും ഷമ്മാസും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. പാവാണ് ആ മോന് കുഞ്ഞു. ഓന് എന്താ പറഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഷോപ്പിലായാലും ഒക്കെ അങ്ങനെ തന്നെ, നല്ലൊരു മാന്യമായ രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും. പ്രായം അധികമായിട്ടില്ലെങ്കിലും നല്ല പക്വതയാണ് അവനക്ക്. എന്നാൽ ഉസ്താദ് ചോദിച്ചു, അല്ല ഷാമോനെ ഇവർ ഫാമിലി പിന്നെ ഉണ്ട്, ജ്യേഷ്ഠനൊക്കെ ഉണ്ട്, പക്ഷേ അവർ കുറച്ച് ദൂരമൊക്കെ ആയതുകൊണ്ടും പിന്നെ എന്താ അറിയില്ല, ഇനി ഇവിടെ ഇല്ലേ എന്താവുമെന്ന് എനിക്കറിയില്ല കറക്റ്റ്. ഞാൻ നവാസ്ക പറഞ്ഞ സ്ഥിതിക്ക് എത്തി, അതേ എനിക്ക് അറിയുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാൽ ഈ സമയം ഉമ്മയും ഉപ്പയും അവരുടെ മൂത്ത മോൻക്ക് വിളിച്ചിരുന്നു. അതായത് ഫസീലയുടെ ആങ്ങളക്ക്, മോനെ ഞങ്ങൾ ഉംറക്ക് പോയി തിരിച്ചു വരികയാണ്, നാളെ 5-5:30 ആകുമ്പോഴത്തേന് ഇറങ്ങും ഫ്ലൈറ്റ്, ഉമ്മാൻ്റെ കുട്ടി പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വരേണ്ടിട്ടാ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഭാര്യ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾ എന്തിനു പോണേ? ഓലിപ്പോൾ വലിയ ആൾക്കാരേക്കണമെന്ന് വിചാരിച്ചിരിക്കണം, നിങ്ങളോലെ കീഴക്ക് പോകാനൊന്നും പറ്റൂല, നിങ്ങളിവിടെ നിന്നോളൂ. എന്താ അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക്? അതെ എപ്പോഴും ഒരാളെ കീഴിൽ നിൽക്കണം എനിക്ക് ഇഷ്ടമല്ല. എന്താ നീ പറയുന്നത്, കീഴിൽ നിൽക്ക്. എൻ്റെ ഉമ്മയും ഉപ്പയും ഉംറ ഇനി വരുമ്പോൾ എനിക്കും ഉണ്ടാവില്ല ഓലെ കാണാൻ ഒരു ആഗ്രഹം. എനിക്ക് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണ്ടേ? കഅബ കണ്ടുവരുമ്പോഴേ ആദ്യം അവരെ ഒന്ന് ചുംബിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അതൊക്കെ നഷ്ടപ്പെടുത്താൻ പാടുന്നുണ്ടോ? നീ എന്ത് ഇങ്ങനെ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും അവരല്ലേ കൊണ്ടുപോയത്, അതാണ് എനിക്ക് ദേഷ്യം. പുത്തൻ വീട് തറവാട്ടുത്തോല് ഓലല്ലേ ഇപ്പോൾ ഓൾ തെറ്റിപ്പിരിഞ്ഞൊക്കെ നിൽക്കുകയായിരുന്നു. ഇപ്പം നന്നായി ഓല് പിന്നെയും പോക്കൊക്കെ തുടങ്ങി. ഞാനത് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു, വേറെ കെട്ടിയത് നന്നായിരുന്നു, ഇപ്പം നേരെ തിരിഞ്ഞു. നിങ്ങൾ പോകുന്നു വേണ്ട, നിങ്ങൾ എവിടേക്ക് പോണേ? എൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയാണ്, അത് നീ മറക്കരുത്. നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. പിന്നെ പോയാലും ഇങ്ങോട്ട് തന്നെ നിങ്ങൾ വരും. അത് നിങ്ങൾ നോക്കിക്കോളി, ഇങ്ങോട്ട് നിങ്ങൾ വരാതിരിക്കൂലല്ലോ. എന്ത് നീ ഇങ്ങനെ? റബ്ബേ
എന്നാൽ ഫസീലയുടെ ആങ്ങൾക്ക് വല്ലാത്ത വിഷമായിരുന്നു. ഉമ്മയും ഉപ്പയും ഉമ്ര ഇനി വരുമ്പോൾ പഠിച്ചോൻ എൻ്റെ കുഞ്ഞനിയനും അവർ വരുമ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിച്ച് മുത്തി മടക്കാൻ വല്ലാത്തൊരു കൊതിയുണ്ട്. എന്നാൽ അന്ന് അദ്ദേഹവും പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. അത് ഉസ്താദും ഷമ്മാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതാ ഫസീലത്തയുടെ ആങ്ങള അങ്ങോട്ട് കടന്നു വരുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷമ്മാസും അവരും കെട്ടിപ്പിടിച്ചു. ആ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്തിയോ? ഞാൻ കുറച്ച് ലേറ്റായി പോയി. സാരല്ല, അതിനകത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആയിക്കോട്ടെ, എന്തായാലും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അതും വലിയൊരു റാഹത്ത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ശ്രമം കൊണ്ട്. ഇക്ക, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം ബോർഡിംഗ് പാസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതാ ഉപ്പയും ഉമ്മയും അതുപോലെ കുഞ്ഞും ഓരോ ലഗേജുകൾ തള്ളിക്കൊണ്ട് അതാ വരുന്നു. ഉപ്പാക്ക് ശരിക്ക് പിടിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് കുഞ്ഞു രണ്ട് കൈകളിലുമായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് വരികയാണ്. എന്നാൽ അത് ദൂരെ നിന്നും അതാ ഫസീലയുടെ ആങ്ങള കാണുന്നു. ഷമ്മാസും ഉസ്താദും കാണുന്നു. അവർ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല തൻ്റെ പൊന്നുമോൻ തന്നെ ഞങ്ങളെ വരുമെന്നുള്ളത്. അങ്ങനെ അതാ ഷമ്മാസും ഉസ്താദും എല്ലാവരും അവരെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ആ പിതാവ് സലാം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുഞ്ഞും അങ്ങനെ തന്നെ സലാം പറഞ്ഞു. അവരെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നാണ് അവരെ കാഴ്ച കണ്ടത്. അത് തൻ്റെ ജ്യേഷ്ഠൻ, അതായത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും പൊന്നുമോനും നിൽക്കുന്നു. ഉമ്മ, ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉമ്മയും ഉപ്പയും അത് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. മോനെ കുഞ്ഞു, മോനെ എൻ്റെ കുട്ടി വന്നോ? എൻ്റെ കുട്ടി വരൂല വിചാരിച്ചു ഞാൻ. ഉമ്മാൻ്റെ കുട്ടി വന്നല്ലോ. അതെ, ആ ഉമ്മാക്ക് വളരെയധികം സങ്കടമായിട്ടുണ്ട് മോനെ കണ്ടപ്പോൾ. ആ ഉപ്പാക്കും. കാരണം ഞങ്ങളെ നോക്കൂല അവൻ. നോക്കായിട്ടല്ല, നോക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ വല്ലാത്ത വിഷമത്തിലാണ്. മോനെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്താ ചെയ്യാം, മോനെ കാണാൻ ഇപ്പോഴെങ്കിലും ഒന്ന് പറ്റിയല്ലോ. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ഉമ്മ റാഹത്താണ്. എൻ്റെ ഉമ്മാക്ക് സുഖമല്ലേ? നല്ല രീതിയിൽ ഉംറയൊക്കെ ചെയ്തില്ലേ? ഉമ്മ ഇനി ഹജ്ജിനും കൂടെ പോകണല്ലേ? ഇൻഷാ അല്ലാ മോനെ. അവിടെ കണ്ടു വന്നാ മോനെ. റബ്ബേ, അത് കണ്ണിൽ നിന്ന് മറയണ വല്ലാത്തൊരു വേദനയാണ്. പൊന്നാര മോനെ, ആ കഅബ ഷരീഫ് കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. പിരിഞ്ഞു പോരുമ്പോൾ വല്ലാത്ത സങ്കടം. എന്നാൽ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ് കണ്ടപ്പോഴോ മോനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സങ്കടം. നമ്മൾ മുത്ത് ഹബീബാണല്ലോ ആ ഒരു പച്ചക്കുബ്ബക്കുള്ളിൽ കിടക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ റബ്ബേ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങാറ് മോനെ. പിരിഞ്ഞു പോരുമ്പോൾ നോക്ക്, ആ പച്ചക്കുബ്ബ കണ്ണിൽ നിന്ന് മറയുന്നത് ഇങ്ങനെ നോക്കി 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 പോരുമ്പോൾ മനസ്സിങ്ങോട്ട് പിടിച്ച് പറിക്കുന്ന പോലെയാണ് മോനെ തോന്നിയത്. ഉമ്മ, ഇൻഷാ അല്ലാ ഞാനും പോയിട്ടില്ലല്ലോ, എനിക്കും പോകണം ഉമ്മ. ശരിക്കും ആ മോന് അതാ ആ ഉമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറയുകയായിരുന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോണ്ടി ഇൻഷാ അല്ലാ. ഏതായാലും നമുക്ക് പുത്തൻ വീട് തറവാട്ടുകാരെ തിരിച്ച് കിട്ടിയതുകൊണ്ട് തന്നെയല്ലേ അങ്ങനൊരു അതെല്ലാത്തിനും കാരണം ഐഷുമ്മയാണ്. ഉമ്മ, ഐഷുമ്മ ഒന്നുമില്ല, അവരെത്തിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇവനും പള്ളിക്കെന്നൊക്കെ പോകുന്നതേക്കാരേ. ഉമ്മ, എനിക്കും ഒന്ന് ഐഷുമ്മാനെ കണ്ട് സംസാരിക്കാനൊക്കെ കൊതിയുണ്ട്. ഇൻഷാ അല്ലാ. അല്ലാ, എന്തൊക്കെ തന്നെയായാലും വല്ലാത്തൊരു ആളുകൾ തന്നെ കേട്ടോ അവർ. കാരണം അത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവർ നമ്മളെ പെങ്ങളെ തിരികെ എടുത്ത് ഇപ്പോൾ ഉംറക്ക് കൊണ്ടുപോയി ഉമ്മാനെയും ഉപ്പാനെയും വലിയ വീട് വെച്ചു. പക്ഷെ ഉമ്മ, എനിക്ക് വീടൊന്നും കാണാനൊന്നും ശരിക്ക് പറ്റിയിട്ടൊന്നുമില്ല. അതൊന്നും സമ്മതിക്കണ്ടേ ഉമ്മ. മോനെ സാരല്ല, ആക്കം പോലൊക്കെ വരാം കേട്ടോ മോനെ. നല്ല വീടും കാര്യങ്ങളെല്ലാം നമ്മളെ കുഞ്ഞുവിന് നല്ലൊരു കാറ് ഒക്കെ കൊടുത്തത് ഓലല്ലേ. അല്ലാ, മറക്കാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് ഓൽക്കും വേണ്ടിയിട്ടാണ് മോനെ ഞാൻ കുറേ ദുആ ചെയ്തത്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ, ഉപ്പ എന്നാൽ പോയാലോ? എന്നാൽ അതാ ആങ്ങള ദയനീയമായി അവരെ നോക്കുന്നു. ഇക്കാക്ക, നിങ്ങളും പോരി, വരി, നമുക്ക് നമ്മളെ വീട്ടിലൊന്ന് കൂടാലോ, വരി. അങ്ങനെ അതാ അവരെല്ലാവരും കൂടെ അതാ ലഗേജൊക്കെ ഷമ്മാസും ഉസ്താദും കൂടെ വാഹനത്തിലേക്ക് കയറ്റി വെച്ച് അവർ അതാ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ജ്യേഷ്ഠന് സങ്കടമായിരുന്നു. അത് ഉമ്മയും ഉപ്പയും കൊണ്ട്, കാരണം ഞാനല്ലല്ലോ വന്നത്, ഇവരാണല്ലോ എത്തിയത് എന്ന് ആലോചിച്ചപ്പോൾ. എന്നാൽ ഷമ്മാസ് ആ സങ്കടം തീർക്കാൻ വേണ്ടി പറഞ്ഞു, ഇക്കാക്ക നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ലേ, ഉപ്പയും ഉമ്മയും നിങ്ങൾ കാറിലിരിക്കട്ടെ കേട്ടോ, അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം. എന്തേ
കുഞ്ഞും മോനും തന്നെ അവിടെ ഇരിക്കുക ഇക്കാക്കാൻ്റെ അടുത്ത്. ഇക്കാക്കാക്ക് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കഴിയട്ടെ, ഞാനും ഉസ്താദും ഉണ്ടല്ലോ ഇപ്പോൾ കാറിൽ, ലഗേജുകളും ഇതിലുണ്ട്, തൽക്കാലം നിങ്ങളെല്ലാവരും അതിൽ കയറി. ഷമ്മാസിൻ്റെ അവസരോചിതമായ ഇടപെടൽ അത് ശരിക്കും ഉസ്താദിനെ വരെ ഞെട്ടിച്ചു. അതെ, ഒരാളെയും വെറുപ്പിക്കാതെ നല്ല രീതിയിലാണ് ഷമ്മാസ് എല്ലാവരെയും കെയർ ചെയ്യുന്നത്. അതെ, ആ ഇക്കാക്കാക്ക് വിഷമാകാത്ത രീതിയിൽ അതാ ഉപ്പ മുന്നിലായിട്ട് ഇരിക്കുകയാണ്. ഉമ്മയും കുഞ്ഞു ബാക്ക് സീറ്റിലും ഇരുന്നു. അവർ അതാ ഒരു പഴയ കുടുംബം പോലെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഉസ്താദ് ഷാമോനോട് പറഞ്ഞു, ഷാമോനെ നീ വല്ലാത്തൊരു ആളെന്നെ കേട്ടോ, എത്ര എളുപ്പമാണ് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയത് അല്ലേ. ശരിയാണ്, നമ്മൾ കൊണ്ടുവരാൻ വന്നു, ശരി തന്നെയാണ്, എങ്കിലും അവരുടെ വണ്ടിയിലൊക്കെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാറുമ്പോൾ അത് അവർക്കൊരു സന്തോഷമല്ലേ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ആ ഉസ്താദേ, ആ ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. കാരണം നല്ല ആളൊക്കെ തന്നെയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യുക, ചില സ്ത്രീകൾ നമ്മളൊരിക്കലും കുറ്റം പറയരുത്. പക്ഷെ അങ്ങനെയൊക്കെ ഉസ്താദ് അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ നന്നാവുമായിരിക്കും. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ. ആ പിന്നെ ഉസ്താദ് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആ എന്താ? അതെ, ഇന്നിപ്പോൾ നോമ്പ് തുറക്ക് പുത്തൻ വീട് തറവാട്ടിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ. അല്ല, ഒന്നാമത്തേന് തന്നെ. അതിലെന്താ, ഒന്നാമത്തെ അരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല, ഉമ്മക്കത് വലിയ തൃപ്തിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ തറാവീന് അവിടെ പെണ്ണുങ്ങൾക്ക് സൗകര്യം കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കൂടി സെറ്റപ്പ് ആക്കണം. ആണുങ്ങൾ ഏതായാലും പള്ളിയിൽ പോകില്ല, നോമ്പുതുറ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് അതിനുള്ള സൗകര്യവും കാര്യങ്ങളും അതൊക്കെ ഒരുക്കി കൊടുക്കണം, അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അങ്ങനെ ഇന്നിപ്പോൾ ഒന്നാമത്തെ നോമ്പ് തുറക്കന്നെ കാര്യങ്ങളൊക്കെ മാഷാ അല്ലാ. ശരിക്കും ഷാമോനെ, നിങ്ങൾ ഉമ്മാൻ്റെ പ്രവൃത്തിയിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. എത്രയോ സമ്പത്തുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഇത്രമാത്രം ചെലവഴിക്കുകയും പാവങ്ങൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടിട്ടില്ല ഷാമോനെ. സത്യമായിട്ടും ഉമ്മാൻ്റെ മനസ്സ് അത്രമാത്രം ക്ലിയർ ആണെന്ന്. ആ, ഇന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട് മെയിനായിട്ട്. ഉസ്താദേ, നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ഓരോ കണ്ടൻ്റ് ആണല്ലേ അതൊക്കെ. ആ, ഓരോ അനുഭവ കഥകളല്ലേ നമ്മൾ പറയേണ്ടതല്ല, വെറും ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ. അനുഭവങ്ങൾ ഉള്ള കഥകൾ നമ്മൾ പറയണം. ഉള്ളത് കഥകൾ പറയുമ്പോഴാണ് മനുഷ്യരുടെ മനസ്സിലേക്ക് അതങ്ങനെ ഇറങ്ങിച്ചെന്നിട്ട് എന്തായി തീരുക. അതെ, അതിൽ നിന്ന് അവർക്കൊരു സന്മനസ്സ് വരണം, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അതിലൂടെ തോന്നിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവരെല്ലാവരും വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ ഈ സമയമായപ്പോഴേക്കും സമീറയും ഐഷുമ്മയും നുസൈബിയും മക്കളുമെല്ലാം അവിടേക്ക് എത്തിയിരുന്നു. അവിടെ വീടെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ആ 2 വാഹനങ്ങൾ അവരുടെ വിശാലമായ ആ മുറ്റത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അതാ നമ്മുടെ ഫസീലയുടെ ഉമ്മയും ഉപ്പയും ആങ്ങളെയുമെല്ലാം വാഹനത്തിൽ നിന്നിറങ്ങി. ഐഷും ഒരു നിമിഷം എന്തപ്പോൾ 2 കാറെന്നിപ്പോൾ ആരാ എന്നുള്ള രീതിയിൽ നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, പഠിച്ചോനെ അല്ലാ, ഫസീലാൻ്റെ ആങ്ങളാണ് റബ്ബേ, പഠിച്ചോനെ അല്ലാ നന്നാക്കട്ടെ പഠിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് വേണ്ടിയത്, സ്നേഹബന്ധം. ഇത് ഏട്ടനും അനിയന്മാരും നാത്തൂമാരും പെണ്ണുങ്ങളും മക്കളും ഇതൊക്കെ ഉമ്മയും ബാപ്പയൊക്കെ തെറ്റി നിന്നിട്ട് എന്ത് കാര്യം, മരിച്ചു പോകേണ്ട തടിയല്ലേ. അതൊരു പൊരുത്തെ പഠിപ്പിക്കാൻ പോലും കഴിയൂല, അങ്ങോട്ട് കിടക്കാനും ഇതിനൊന്നും സമ്മതിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഏതായാലും പഠിച്ചവനെ സ്നേഹത്തോടെ അതാ ഉമ്മയെ ഐഷുമ്മ വരെ വേറ്റു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐഷുമ്മ അതാ അവരെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും ചുംബിക്കുകയാണ്. അതുപോലെ നുസൈബയും സമീറയും ഒക്കെ തന്നെ നല്ല രീതിയിൽ റാഹത്തോട് പഠിച്ചവനെ നിങ്ങൾ മാഷാ അല്ലാ ഇരിക്കി. അല്ലാ എങ്ങനെ ഉണ്ടേനു യാത്രയൊക്കെ? അൽഹംദുലില്ലാ റാഹത്ത്, ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം എന്താ, നമ്മൾ ഉസ്താദിനോട് ഇങ്ങനെ ചോദിച്ചു കണ്ട് ദിക്കർ ഇങ്ങനെ ചോദിച്ചിനേ. നമ്മളിപ്പോൾ ലക്കത് ജാക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ലക്കത് ജാക്കും റസൂലുള്ളാഹി മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ ആ ദിക്കർ ചൊല്ലിക്കൊണ്ട് ആ ഒരു ഖുർആൻ ആയത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് 2 മലക്കല്ല ഇറങ്ങണത്. 2 മലക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ, നമ്മളെ ഫുള്ള് കാര്യം പോലും സംരക്ഷിക്കുകയാണ്. പിന്നെ ഇപ്പം എന്താ, പഠിച്ചവനെ ഏൽപ്പിച്ചല്ലേ, പഠിച്ചവനാണ്ട് ഏൽപ്പിച്ചാൽ എല്ലാ കാര്യവും പഠിച്ചവനാണ്ട് ഏറ്റെടുക്കും. അതാണ് പറഞ്ഞത്. ആ പുസ്തകത്തിൻ്റെ ക്ലാസ് എൻ്റെ ഫസീലൊക്കെ അവിടുന്നും കേൾക്കണതേ, ഓൾക്ക് അതും കേൾക്കണം. കേട്ട് ഓളിപ്പോൾ പഠിച്ചോനെ അൽഹംദുലില്ലാ എൻ്റെ കുട്ടി എങ്ങനെ നടന്നു, എൻ്റെ കുട്ടീനും ഇപ്പം എൻ്റെ കുട്ടി ഒരുപാട് നന്നായി എല്ലാ കാര്യത്തിനും. അള്ളാഹു റഹ്മാൻ എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ പടച്ച റബ്ബ്. ഏതായാലും നിങ്ങളൊക്കെ ദുആ കൊണ്ടുവന്നോണ്ടൊക്കെ റഹ്മാനെ. ശരിക്കും ആ ഉമ്മ കരയുകയായിരുന്നു. ഈ കരയൊന്നും വേണ്ട, ഏതായാലും തിരിച്ചു വന്നല്ലോ, അതന്നെ വലിയ ഭാഗ്യം തന്നെയല്ലേ.
അതെ ഞങ്ങളൊക്കെ ഇടങ്ങാറായിരുന്നു. എൻ്റെ കുട്ടി എന്താ ഞങ്ങൾ കാട്ടെ വിചാരിച്ചിന് റബ്ബേ. നവാസും മക്കളും ഇവിടെ, ഓളും അവിടെയും ഇവിടെ നടക്കുക. ഇപ്പോൾ ഇത് അൽഹംദുലില്ലാ ഓല് ഒരുമിച്ച് ജീവിക്കണ കണ്ടപ്പോൾ മനസ്സ് വല്ലാത്ത സന്തോഷം. അതെ, ആ ഉമ്മാക്കും ഉപ്പക്കും ഒരുപാട് പറയാനുണ്ടായിരുന്നു. അവർ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചൊക്കെ ഐഷുമ്മയോടും സെമീറയോടൊക്കെ പറഞ്ഞപ്പോൾ സെമീറയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കൊതി തോന്നി. റബ്ബേ റബ്ബേ ഉംറ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചോനെ കഅബ ഷരീഫ് കാണുക. അതെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ പോയി അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്നൊക്കെ പറയാന്ന് വെച്ച റഹ്മാനെ, അതിനുള്ള ഭാഗ്യം എനിക്ക് നീ തരണേ അല്ലാ. അതെ, നമ്മുടെ നുസൈബയും കണ്ടിക്കണം, ഉമ്മയും കണ്ടിക്കണം, എല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ നമ്മളെ സെമീറയാണ് കാണാത്തത്. ഇൻഷാ അല്ലാ അതിനുള്ള ഭാഗ്യം പെട്ടെന്ന് പടച്ച റബ്ബ് തരട്ടെ, ആമീൻ. ഐഷുമ്മയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സെമീറാനെയും കൊണ്ട് ഉംറക്ക് പോകണം എന്ന് തന്നെയായിരുന്നു നെയ്യത്ത്. കുറച്ച് ദിവസമായി മനസ്സിൽ ആഗ്രഹമൊക്കെ. അല്ലെങ്കിൽ ഐഷുമ്മ വിചാരിച്ചു കഴിഞ്ഞാലേ അത് നടന്നിട്ടേ ഉള്ളൂ ഒക്കെ. കുറച്ച് വൈകിയാലും അതൊക്കെ നടക്കും. റബ്ബേ അല്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ അതാ ഐഷും നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തോളൂ. ഇനിയിപ്പോൾ ഒന്നിനും നിൽക്കാനില്ലല്ലോ, വച്ചുണ്ടാക്കാനും ചായയും വെള്ളവും തരാനും നിൽക്കാൻ ഇല്ലല്ലോ. നിങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കി. ഏതായാലും നിങ്ങൾ കുറച്ച് കണ്ട് കഴിയുമ്പോൾ ക്ഷാമവും വരും. നിങ്ങളെല്ലാവരും പുത്തൻ വീട് തറവാട്ടിക്ക് അങ്ങോട്ട് എത്തുക കേട്ടോ. ഇപ്പോൾ ഒന്നിനും നിൽക്കണ്ട. ശരിക്കും റാഹിലയെയും വിളിച്ചിരുന്നു. പക്ഷേ റാഹില പറഞ്ഞു, ഉമ്മ നിങ്ങൾ വരുമ്പോഴത്തിന് ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞിരുന്നു. അവൾ മുറ്റം അടിച്ചു വാരലും മകൾ അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും എല്ലാം ക്ലിയറാക്കി ആ വീട് അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതാ ഫസീലയുടെ ഉമ്മയും ഉപ്പയും അവരൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ അവരുടെ വലിയ ആങ്ങളെയും അവിടെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ നിന്നു. ഉമ്മ കുഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തു, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ ഈ സമയം അതാ അയാളുടെ ഭാര്യ, എന്തത് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, എവിടേക്ക് പോയതാ, അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. മറ്റല്ലോ കൊണ്ടുവരാനെങ്ങാനും പോയിട്ടുണ്ടാവും താങ്ങാൻ. ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുത് എന്നുള്ളത്, പറഞ്ഞത് കേൾക്കാതെ പോയിക്കണ്. എന്നാൽ അയാൾ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കാരണം വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടാക്കും. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കിട്ടിയാലേ എനിക്ക് സ്വർഗം കിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കണം. അതിനെൻ്റെ ഭാര്യ ഒരിക്കലും സമ്മതിക്കൂല. പക്ഷേ എനിക്ക് അത് നഷ്ടപ്പെടുന്നത് എൻ്റെ സ്വർഗ്ഗമാണ്. എൻ്റെ കുഞ്ഞുവിൻ്റെ അടുത്ത് എൻ്റെ അനിയനാണ് ഇപ്പോൾ സ്വർഗ്ഗമുള്ളത്. കാരണം അവൻ്റെ കൂടെയാണ് ഉമ്മയും ഉപ്പയും താമസിക്കുന്നത്. എനിക്കും കുറച്ച് സ്വർഗം കിട്ടണമെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും നന്നായിട്ട് നോക്കണം. അല്ല ഒരിക്കലും പറ്റില്ലല്ലോ. ഈ ദുനിയാവ് മാത്രം പോരല്ലോ, നാളെ ആഖിറം ഉണ്ടല്ലോ. ഉമ്മയും ഉപ്പയും പരിചരിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. മോനെ, സംസം വെള്ളം ഈത്തപ്പ എല്ലാം ഉണ്ട്, ഉമ്മ അതൊക്കെ എടുക്കുക, ഉമ്മ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, എല്ലാം ഉണ്ട്, എല്ലായിടത്തേക്കും ഉള്ള കുറേ സാധനം വാങ്ങി തന്നിട്ടുണ്ട് നവാസ്. എൻ്റെ റബ്ബേ, നവാസ് കുറച്ചൊന്നല്ല ഇങ്ങോട്ട് നോക്ക്, ഡ്യൂട്ടി കെട്ടിക്കാണ് പിന്നെയും പറ്റി. ഞാൻ പറഞ്ഞു പൊന്നാര പഠിപ്പ് ഉമ്മാൻ്റെ കുട്ടി, ഇനിയിപ്പോൾ മതി സാധനങ്ങൾ. പറഞ്ഞിട്ട് എന്ത്, എത്ര സാധനങ്ങളാണ് അതിലുള്ളത്. ഈത്തപ്പഴങ്ങൾ പല പല സൈസ്, അജുവ ഈത്തപ്പഴങ്ങൾ, പിന്നെ അലിഞ്ഞുകൊണ്ടുള്ള ഈത്തപ്പഴങ്ങൾ, ഒരു പച്ച ഈത്തപ്പഴം ഉണ്ട് നല്ല മധുരമുള്ള അതുണ്ട്. അതേപോലെ തന്നെ സംസം വെള്ളമായിട്ടും പിന്നെന്താ ചോക്ലേറ്റോ കുട്ടികൾക്കുള്ളത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ പാൽപ്പൊടി ഉണ്ട്. അതേപോലെ ബദാം, പിസ്ത, അങ്ങനെ കണ്ടി എല്ലാ സാധനങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് അതൊക്കെ ഉണ്ട്. ആ വലിയൊരു പെട്ടി നിറച്ച് തിന്നുന്ന സാധനം മാത്രമാണ്. ഞാൻ പറഞ്ഞു എന്തിനാണ് പൊന്നാരം മോനെ അവിടെ പാരങ്ങളൊക്കെ ഇവിടെ അല്ലേ, കുട്ടികളും അല്ലേ, ഉമ്മ അങ്ങക്കും ഉപ്പാക്കും സംസാരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് തിന്നാലോ എന്നാണ് പറഞ്ഞത്. ഏതായാലും പഠിച്ചോനെ മരുവനായിട്ട് ഓനെ തിരികെ കിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. ഉമ്മ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഫസീലത്തൊക്കെ? ഇല്ല മോനെ, ഓളൊക്കെ നന്നായില്ലേ, ഓളൊക്കെ ഇപ്പോൾ ഏത് സമയം ദിക്റും സലാത്തുമാണ്, ഏത് നേരം ഓളെ കൈക്കലൊരു തസ്ബീഹ് ഉണ്ടാവും. ഞാൻ ചോദിച്ചു മോളെ എപ്പോഴും ഇത് ചെല്ലി ഇപ്പോൾ പറ്റേ ബീവി അയക്കണ ചോദിച്ചു. എന്നാൽ ഓളെന്താ പറഞ്ഞതെന്ന്, ഉമ്മ കുറേ കാലം അങ്ങനെ ഇങ്ങനെ നടന്നില്ലേ എനിക്കുമ്മ, അന്ന് ഷെയ്ത്താൻ എൻ്റെ മേത്ത്, ഇപ്പോൾ ഷെയ്ത്താനൊക്കെ ഇറങ്ങിപ്പോയി ഉമ്മ, ഇനി മരണത്തിലേക്ക് കുറച്ച് ദൂരമല്ലുള്ളൂ, ഇനി കുറച്ച് കാലം നല്ല മട്ടത്തിൽ നിൽക്കുക, എപ്പോഴും തസ്ബിയാണ്, എപ്പോഴും മുഖത്തൊക്കെ നോക്കുമ്പോൾ ഒരു വെളിച്ചാണ്. ഇപ്പോൾ ഒരു മുടി കാണിക്കുകയോ ഒന്നും ചെയ്യൂല, നല്ല മട്ടത്തിൽ റാഹത്തോട് കൂടിയാണ് ഇപ്പോൾ. തഹജ്ജുദിന് എപ്പോൾ നീച്ചു, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതലും ഒക്കെ ഉണ്ടേനും, സുബഹി വരെ നിസ്കരിച്ചേനാ, അങ്ങനെ കിടക്കല്ലേനോ, സുബഹീന് വരെ നീച്ചൂലേനോ, അങ്ങനെയൊക്കെ അല്ലേനോ. ഇപ്പം നല്ല ഇതേക്കാണ് പഠിച്ചവനെ. ഇപ്പോൾ ഉംറയും കൂടി ചെയ്തപ്പോഴേ
നല്ല ഓളെ പാപക്കാരൊക്കെ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. ഞാനും കരഞ്ഞ് ദുആ ചെയ്തിരിക്കണം, റബ്ബേ ഇൻ്റെ പെണ്ണ് ഈ ദുനിയാവിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ചെയ്തിക്കണമെങ്കിൽ റഹ്മാനെ നീ പുറത്ത് കൊടുക്കല്ലാ. കാരണം അന്നത്തെ കാലത്ത് അത് അങ്ങനെയാണ് ചെയ്തു പോയത്. ഓരോ ബില്ലിസിൻ്റെ കെണിയിൽ പെട്ടുപോയാലേ എൻ്റെ കുട്ടിക്ക് നീ പുറത്ത് കൊടുക്കുക, ഓള് കാരണമാണല്ലോ ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് എന്ന് പറഞ്ഞ് കുറേ കാബ പിടിച്ച് ദുആ ചെയ്തിരിക്കണം. ഏതായാലും മോനെ അതൊക്കെ റാഹത്തായി കഴിഞ്ഞു. പൊന്നു മോനെ അവിടെ പോയി അവിടെ കണ്ടാൽ നമുക്ക് കണ്ട് പോരാൻ തോന്നൂലടാ. ഞാൻ അങ്ങനെ വിചാരിച്ച് റബ്ബേ മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യേണ്ട ഒരവസ്ഥ നമുക്ക് കിട്ടണേ. എന്തൊരു ഭാഗ്യം എൻ്റെ പൊന്നാര കുട്ടിയെ. ഓ കൊതിച്ചു പോകും നമ്മൾ. ഏതായാലും പടച്ച റബ്ബ് ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു. എൻ്റെ കുട്ടി ഒന്ന് പോയിക്കോളിട്ടോ. പിന്നെ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഒന്ന് കൂട്ടി പോയിക്കോണ്ടി. ഓളെ സ്വഭാവമൊക്കെ നന്നാകട്ടെ. സാറില്ല, ഞങ്ങൾ നോക്കണ്ട, നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിച്ചാൽ മതി. നിങ്ങൾ പ്രശ്നവും തിരക്കും കുതൂരില്ല, നല്ല മട്ടത്തിൽ ജീവിച്ചാൽ തന്നെ മതി കേട്ടോ. വേറൊന്നും ഉമ്മാക്ക് വേണ്ട. ഉമ്മാനെ നോക്കണമെന്നൊന്നുമില്ല. ഉമ്മാനെ നോക്കുമ്പോൾ അത് ഉണ്ടല്ലോ, കുഞ്ഞുണ്ടാകുമ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ആവശ്യമൊന്നുമില്ല. ഓന് ചെറുതാണെങ്കിൽ നല്ല പക്വത കിട്ടിയേ നല്ല. ഇനി പെണ്ണ് കെട്ടിയ അതൊക്കെ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് നോക്ക് ഉമ്മ അപ്പ എന്ന് വെച്ചാൽ ജീവനാണ്. എങ്ങനെ ഫസീലാനെ എങ്ങനെ നോക്കിനും ഇവിടെ ഉള്ള ഒറ്റയ്ക്ക് വന്നുന്ന സമയത്തൊക്കെ അവിടെ നമ്മളെ പഴയ പെരിയിൽ എങ്ങനെ നോക്കിയിട്ട് എന്നോളെ നല്ലൊരു കുട്ടികളാണെങ്കിലും വലിയ വേദന, വലിയ ആൾക്കാരെ ബഹുമാനിക്കണ കാര്യത്തിലും ഒക്കെ എൻ്റെ കുട്ടി നല്ല ഇതാണ്. പഠിച്ചോനെ അവസാനം തന്ന കുട്ടിയാണ്. കുറച്ച് പ്രായം അതിൻ്റെ ശേഷം ഉണ്ടായതാണ്, എന്നാലോ നല്ല പക്വതാണ് കുട്ടിക്ക്. പഠിച്ചോ റാഹത്തിലാക്കട്ടെ അല്ലാ. എന്നാൽ ആ കഥയെല്ലാം കേട്ട് അതാ ശരിക്കും ഫസീലയുടെ ആങ്ങള കണ്ണുനീർ തുടച്ചു. മോൻ കരുതൊന്നും വേണ്ട ഉമ്മ, എനിക്ക് നിങ്ങളെ നോക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടണില്ലല്ലോ അമ്മ. അതെ, എത്ര പെട്ടെന്നാണ് ഓള് വേറെ പോകണമെന്നാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ വലിയ വീടെടുക്കലും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് പിന്നെ ഉമ്മ ഇങ്ങോട്ട് എന്നെ വിട്ടിട്ടില്ലല്ലോ. സാരല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടി എൻ്റെ ദുആ ഉണ്ടാവും. എൻ്റെ മക്കൾ ഇനിയിപ്പോൾ എവിടെ ആണെങ്കിലും ഈ കൈകൾ ദ്വാരക്കാണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇജ്ജ് ഒരു പേടിയും പേടിക്കണ്ട. ഇജ്ജ് പൊയ്ക്കോ, ഉമ്മാൻ്റെ കുട്ടി പൊയ്ക്കോളി. ഓള് ഇനി ചീത്ത അറിയന്നെ പൊയ്ക്കോളി. ഉമ്മ അവളെ ചീത്ത എന്നും കേൾക്കണമെന്നല്ലോ ഉമ്മ. ഞാൻ കുറച്ച് നേരം എൻ്റെ ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കട്ടെ ഇവിടെ. അതെ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവൻക്ക്. ഉമ്മ 3 കാര്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നല്ലേ. അതെ, ഒന്ന് പരിശുദ്ധ ഖുർആൻ, ഒന്ന് കഅബ ഷരീഫ്, ഒന്നെൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം. ഉമ്മ ഞാൻ കുറച്ച് സമയം കണ്ടുകൊണ്ടിരിക്കട്ടെ, ഉമ്മയുടെ മുഖത്ത് നോക്കി എനിക്ക് പ്രതിഫലം കിട്ടുമല്ലോ. ശരിക്കും തൻ്റെ മകൻ കണ്ണീരോട് അത് പറഞ്ഞപ്പോൾ ആ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ അർപ്പിച്ചു. ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മാൻ്റെ ദുആ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എൻ്റെ 3 മക്കൾക്കും ഉണ്ടാവും. ഏതായാലും നിങ്ങൾ ഒരാൾ എന്തൊക്കെ കാട്ടാൻ വിചാരിച്ചാലും ഉമ്മാൻ്റെ കുട്ടികൾ വിഷമിക്കരുത് കേട്ടോ. ഉമ്മാൻ്റെ ദുആ എപ്പോഴും ഉണ്ടാവും. ഉമ്മാൻ്റെ കുട്ടിഞ്ഞ് പൊയ്ക്കോളി, ഓളെ ചീത്ത വെറുതെ കേൾക്കണ്ട. എന്നാൽ ഷമ്മാസ് പറഞ്ഞ ആ കാര്യം, അതെ ഇന്ന് പുത്തൻവീട് തറവാട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വരണം എന്നുള്ളത്, അത് പറഞ്ഞു. ഉമ്മ എന്നാൽ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് എത്തിക്കൊണ്ട് കുറച്ച് സമയം നമുക്ക് ഇവിടെ ഇരിക്കുക. മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് ചീത്ത കേൾക്കുമല്ലോ, പൊയ്ക്കോളി ഉമ്മാൻ്റെ കുട്ടി, ആ മാതാവ് പറഞ്ഞു. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിൽ അതാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുവാനുള്ള തിരക്കിലാണ്. എല്ലാ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ സമീറ പറഞ്ഞു കുറച്ച് പലഹാരങ്ങൾ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി കൊടുക്കുകയാണ്. പുത്തൻവീട് തറവാട്ടിൽ ഇന്ന് ആദ്യത്തെ ഇഫ്താറാണ്. എല്ലാവരും ഇഫ്താറിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതായത് ഒരുവിധം അയൽവാസികളും കുറച്ച് കുടുംബങ്ങളെയും കുറച്ച് പാവങ്ങളെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് ഐഷുമ്മയുടെ ആഗ്രഹം പോലെ തന്നെ പള്ളിയിലെ ദർസിലെ ഉസ്താദ് കുട്ടികളെ, അതായത് മോലിയർ കുട്ടികളെ, മുത്തഅല്ലിമീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. നോമ്പുതുറ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അതാ അവിടെ ഒരു ചെറിയൊരു കുഞ്ഞു പ്രഭാഷണവും ഒരുക്കുവാൻ ഉസ്താദിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ഉസ്താദ് അങ്ങോട്ട് വന്നപ്പോൾ ഐഷുമ്മ പറഞ്ഞു, പൊന്നാര മോനെ ഇന്ന് ചെറിയൊരു ക്ലാസ്സെങ്കിലും ഉമ്മാൻ്റെ കുട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും ഏറിയും വിദ്വേഷം പോരൊക്കെ ഉണ്ട്, അതൊക്കെ പൊയ്ക്കോളി, മനുഷ്യന്മാർ നന്നാവട്ടെ കേട്ടോ. ഉമ്മ തീർച്ചയായും ഉമ്മ പറഞ്ഞാൽ, എൻ്റെ ഉമ്മ പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോ? തീർച്ചയായും ഉമ്മ ആയിക്കോട്ടെ. തറാവീൻ്റെ ഒക്കെ മുമ്പായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം
ഇൻഷാ അല്ലാ ഒന്ന് സെറ്റാക്കണം കേട്ടോ. അങ്ങനെ അതാ പുത്തൻ വീട് തറവാട്ടിൽ വലിയ ഒരു ഇഫ്താർ മീറ്റിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. എന്നാൽ ഈ സമയം സൗദ അതിലൊന്നും പങ്കെടുക്കുവാൻ കഴിയാതെ അവൾ അലയുകയാണ് എങ്ങോട്ടെന്നില്ലാതെ. അവൾ ഇറങ്ങാനുള്ള സ്റ്റേഷനും വിട്ട് വണ്ടി പോയപ്പോൾ തിരിച്ച് എപ്പോഴാണ് ഏതാണ് എന്നൊന്നും അവൾക്കറിയുന്നില്ല, ചോദിക്കാൻ കഴിയുന്നില്ല. വിശന്നിട്ടാണെങ്കിൽ ആകെപ്പാടെ അല്ല റമദാൻ മാസമാണല്ലോ, പക്ഷേ അത്താഴത്തിന് പോലും എന്തെങ്കിലും കഴിക്കാൻ പോലും അവൾക്കില്ലായിരുന്നു. അവൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് അവൾ നിയ്യത്ത് ചെയ്തത്. അവൾ ആലോചിച്ചു, പുത്തൻ വീട് തറവാട്ടിൽ നിൽക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ അഹങ്കാരം കൊണ്ടാണല്ലോ എനിക്കിതെല്ലാം വന്നു പെട്ടത്. അങ്ങനെ അതാ നമ്മുടെ പുത്തൻ വീട് തറവാട്ടിൽ ഇഫ്താറിനുള്ള സമയമായി തുടങ്ങി, എല്ലാവരും എത്തിത്തുടങ്ങി. എന്നാൽ ഫസീലയുടെ ഉമ്മയും ഉപ്പയും ആങ്ങളമാരും എത്തിച്ചേർന്നു. അത് വല്ലാത്തൊരു സന്തോഷമായി അവർക്ക്. ഐഷുമ്മയുടെ മനസ്സ് നിറഞ്ഞു. അല്ലെങ്കിലും ഇഫ്താറിന് വരുന്നവർക്കൊക്കെ പോകും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ഇൻഷാ അല്ലാ ഒന്നും കൂടി കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഇത് ഉസ്താദന്മാരെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഓരോ മുസല്ലിയും മുസായിഫും ഒരു കൂട്ട് ഡ്രസ്സുമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ പോരാത്തതിന് ഓരോ വീടുകളിലേക്ക് ഓരോ കിറ്റും കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ചുറ്റുഭാഗത്തുള്ളവർക്കും പാവങ്ങൾക്ക് കുറച്ച് കൊടുത്തിരുന്നു, അവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം ഷമ്മാസ് ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെ അതാ പുത്തൻ വീട് തറവാട്ടിലേക്ക് നോമ്പ് തുറക്കുവാനുള്ള എല്ലാവരും എത്തിത്തുടങ്ങുകയാണ്. പുത്തൻ വീട് തറവാട്ട് വളരെയധികം മനോഹരമാക്കി അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാവരും നോമ്പ് തുറക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി. പുത്തൻ വീട് തറവാട്ടിൽ ആളുകളെല്ലാം എത്തിത്തുടങ്ങിയപ്പോൾ അതാ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും വന്നിരിക്കുന്നു. ഒരു അപരിചിതയായ ഒരു സ്ത്രീ, ശരിക്കും മുഖമെല്ലാം മറച്ചിട്ടുണ്ട്. എന്താണ് ഏതാണോ എന്നൊന്നും അറിയുന്നില്ല. എങ്കിലും ഐഷുമ്മ അവരെയും നല്ല രീതിയിൽ സ്വീകരിച്ചു. അത് എല്ലാവരെയും ഐഷുമ്മ സ്വീകരിക്കുമല്ലോ. ആരായിരിക്കും ആ സ്ത്രീ? നോമ്പ് തുറക്കാൻ പുത്തൻ വീട് തറവാട്ടിലേക്ക് വന്ന ആ ഒരു സ്ത്രീ ആരായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.